ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് രുചികരമായൊരു ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അംഗൻവാടിയിലൊക്കെ കിട്ടുന്ന പോലെയുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് നുറുക്കിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് നുറുക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വാർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ചെറിയൊരു സവോള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങുകയാണേ. ഇതാ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് റോസ്റ്റഡ് പീനട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ സവോള, പച്ചമുളക്, ക്യാരറ്റ്, അതുപോലെ കറിവേപ്പില എല്ലാം തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2-3 നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടും. നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം നമ്മുടെ തിളച്ച് തുടങ്ങി. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. പലപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അംഗൻവാടിയിലെ ടേസ്റ്റിൽ നമുക്ക് ഉപ്പുമാവ് കിട്ടാറില്ല. നമ്മളെപ്പോഴും ആലോചിക്കുന്നുണ്ടാവുമല്ലേ, നമ്മൾ വീട്ടിൽ ചേർക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അവിടെയും ചേർക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ. നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. ഉറപ്പായിട്ടും അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നല്ല വെന്ത് നല്ല ഉലർന്ന് വന്നിട്ടുള്ള ഉപ്പുമാവായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമുക്കിനി ഈ ഗോതമ്പ് നുറുക്കിനെ ഒന്ന് നന്നായിട്ട് തിളച്ച് വേവിച്ചെടുക്കണം. ചില സമയത്ത് ഇങ്ങനെ തന്നെ നമുക്ക് കുക്കറിൽ മൂടി വെച്ചിട്ട് ഒരു 1-2 വിസിൽ കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങളിവിടെ തയ്യാറാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിലെ വെള്ളം ഏകദേശം ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴത്തേനും ആണ് നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഈ ഉപ്പുമാവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്കിൽ കുറച്ചുകൂടെ വെള്ളം വറ്റാനായിട്ട് ബാക്കിയുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഏകദേശം നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് കുക്കർ അടയ്ക്കുമ്പോൾ നമ്മുടെ എയർ പുറത്തേക്ക് തള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്ന് സിമ്മിലാക്കിയ ശേഷം നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറോ നിങ്ങളുടെ സമയം കൂടുതലനുസരിച്ച് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് നോക്കി നോക്കൂ, നന്നായിട്ട് വെന്ത് ഉലർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അതേ രൂപത്തിലാണുള്ളത്. ഒന്ന് നോക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഗോതമ്പ് വെന്തിട്ടില്ല, ഉലർന്നു വന്നിട്ടില്ല എന്നൊന്നും വിചാരിച്ച് ആരും വിഷമിക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ഉലർന്നിട്ടുള്ള നമ്മുടെ ഉപ്പുമാവ് കണ്ടോ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് മുൻപേ നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് കുറച്ച് തേങ്ങ കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അംഗൻവാടികളിൽ തേങ്ങ സാധാരണ ചേർക്കാറില്ല. ചേർക്കുന്നവിടെ ഉണ്ടാവാം, പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ അംഗൻവാടികളിലൊന്നും തേങ്ങ ചേർക്കാറില്ല. നിറയെ പച്ചക്കറിയാണ് കൂടുതലും ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ ഒപ്പം ബീൻസ് ഉപയോഗിക്കാം, അതുപോലെ വേറെ ബീറ്റ്റൂട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പച്ചക്കറികൾ ചേർക്കാം. നമ്മളിതവിടെ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇത്തിരി തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് എല്ലോടെയും ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉപ്പുമാവ് കഴിക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.
അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.